നമുക്ക് നാമേ പണിപതു നാഗം നരകവും അതുപോലെ. ഇതൊക്കെ എന്താണെന്ന് കുട്ടികൾ അറിയണം, കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന നിലയുണ്ടാവും. അപ്പോൾ ജീവിത മൂല്യ സത്ത കുഞ്ഞുങ്ങളിൽ ഉൾച്ചേർക്കാൻ ഇതൊക്കെ ഉപകരിക്കും. അതോ അങ്ങനെയാണ് അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവർ കൂടിയായ തലമുറയായിട്ട് മാറുക. അതിനാണ് നമ്മൾ പാഠ്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സിലബസ്, കരിക്കുലം, ഇതിലെല്ലാം ജീവിത പാഠങ്ങൾ, മോറൽസ് ഇതൊക്കെ ഇല്ലാതാവുന്നുണ്ടോ? അത് അറിവ് സമ്പാദനത്തിൽ മാത്രമായി പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ? ഇതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ തീരുമാനിക്കണ്ട, പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പരിശോധിച്ച് തീരുമാനിക്കാൻ ആവണം. അല്ല, നമ്മളടക്കം പങ്കാളിത്തം വഹിച്ചുകൊണ്ട് തീരുമാനിക്കാം, പക്ഷെ ആ തീരുമാനിക്കേണ്ടവർക്കാണല്ലോ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടവർ. നമ്മൾ ഇതിലൊന്നും വിദഗ്ധരല്ലല്ലോ. വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അതിൽ നമ്മൾ മാത്രമല്ല, ഇപ്പൊ നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, മറ്റ് സംഘടനകളുണ്ട്, ആത്മീയ നേതാക്കളുണ്ട്, നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അങ്ങനെ പലരും ഉണ്ടല്ലോ. അവരെല്ലാവരെയും നമുക്കിതിന്റെ ഭാഗമാക്കാൻ, എന്നിട്ട് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു പോകണം എന്നതിന്റെ ഒരു പൊതുവായ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നമ്മുടെ ലോകം തിന്മയും തെമ്മാടികളും മാത്രമല്ല, നന്മയും നല്ലവരും കൂടി ഉള്ളതാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നന്മയുടെ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റിനോടൊപ്പം നല്ലതുപോലെ ഉൾച്ചേർക്കാനാവണം. പൂക്കളെ, പൂത്തുമ്പിയെ, ശലഭങ്ങളെയൊക്കെ സ്നേഹിക്കാൻ കുട്ടിയെ പഠിപ്പിക്കണം. പ്രകൃതിയോടുള്ള സ്നേഹം, അതാണ് സഹജാതരോടുള്ള സ്നേഹമായി മാറേണ്ടത്. മയക്കുമരുന്നിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മാരകമായ വിപത്താണ്, തുടച്ചു നീക്കേണ്ടതാണ്, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കപ്പെടേണ്ടതുമാണ്. ഒരു സംശയമില്ല. നമ്മളതിൽ ഒരു അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത്, നേരത്തെ നമ്മൾ അതിവിപുലമായൊരു ക്യാമ്പയിൻ നടത്തിയതാണ്. ആ ക്യാമ്പയിൻ തുറന്നു വരുന്നുണ്ട്. എന്നാൽ ഒരു ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ധാരകളും ചേർന്നുകൊണ്ട് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാവരുമായും ആലോചിച്ച് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമായി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വിദ്യാലയങ്ങളും വേണം. ഇപ്പോൾ വിദ്യാലയങ്ങൾക്ക് പറ്റുന്ന സമയമല്ല, പക്ഷെ വിദ്യാലയങ്ങളെ കൂടി അതിൻ്റെ ഭാഗമാക്കി നമുക്ക് അണിനിരത്താൻ ആവണം. ഇപ്പൊ മയക്കുമരുന്ന് ഏത് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്? രാസമയക്കുമരുന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല, ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് രാജ്യസഭയിൽ നൽകിയൊരു മറുപടിയുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലെ ഒരു തുറമുഖവും ഇല്ല, എല്ലാം കേരളത്തിൽ പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ ഈ ഘട്ടത്തിൽ വേണ്ടത് സർക്കാരും സമൂഹവും ആകെ ഒന്നായി നിന്ന് മയക്കുമരുന്ന് എന്ന മാരക വിപത്തിനെ തുടച്ചു നീക്കലാണ്. ഇതിനകത്ത് ഒരുമയേ വേണ്ടു. ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും, കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ടതായിട്ടില്ല. സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാം. അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുന്നതിന് എപ്പോഴും സർക്കാർ സന്നദ്ധമായിരിക്കും. കാരണം ഇതിലൊന്നും ഒന്നും മറച്ചു വെക്കാനില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പലർക്കും മയക്കുമരുന്ന് കൈമാറുന്ന ഇടങ്ങളറിയാം. അപ്പൊ അവരിൽ പലരും പോലീസിനോ എക്സൈസിനോ വിവരം കൈമാറുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അതിന് ഭയം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു നമ്പർ, ആ നമ്പറിലേക്ക് കൊടുത്താൽ മതി മെസ്സേജ്. പോലീസ് സ്റ്റേഷനിൽ പോയി പറയണ്ട, ഉടനെ നടപടികൾ അതിന്റെ ഭാഗമായി സ്വീകരിച്ചു കൊടുക്കും. കുട്ടികള് അരുതാത്ത വഴിക്ക് നീങ്ങുന്നില്ല എന്ന ഉറപ്പുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. അത് കുടുംബത്തിൻ്റെയും പോലീസിൻ്റെയും മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിന് തന്നെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ കാണുന്നു. കുടുംബം അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സ്കൂളിൽ നല്ല ശ്രദ്ധ വേണം. അതിനു പുറമെ സമൂഹവും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം.
ഇപ്പോൾ പോലീസ്, തദ്ദേശഭരണ സ്ഥാപനം, രക്ഷാകർതൃ സമിതി, അധ്യാപകര്, തദ്ദേശഭരണ പ്രതിനിധികൾ, ഇങ്ങനെയെല്ലാമുള്ള ചില സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ, ആരൊക്കെ വേണമെന്നുള്ളത് നമുക്ക് പിന്നീട് നിശ്ചയിക്കാം. അങ്ങനെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഓരോ മാസവും ജനവാസ മേഖലകളിൽ ഈ വിഷയം മുൻനിർത്തി പോലീസും റെസിഡൻസ് അസോസിയേഷനുകളും കൂടിയുള്ള യോഗങ്ങൾ ചേരണം. സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ശക്തിപ്പെടുത്തണം. അപ്പോ മയക്കുമരുന്ന് അതിമാരകമായ വിപത്താണ്. നമ്മുടെ സഭ നേരത്തെ ചർച്ച ചെയ്താണ്, നേരത്തെ അത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മൾ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് യഥാർത്ഥത്തിൽ മദ്യമോ മയക്കുമരുന്നോ മാത്രമല്ല കാരണം. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ചില സംഭവങ്ങളിൽ മദ്യമോ മയക്കുമരുന്നോ കാണുന്നില്ല. അതിൻ്റെ ആൾക്കാരുടെ, ഈ കൊലയാളികളുടെ രീതികൾ, കൊലയാളി എന്നല്ലേ ഇപ്പൊ പറയൂ. പക്ഷെ ആ കൊലയാളി ആകുന്നതിന് മുൻപ് വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരനായിരുന്ന ആൾ പിന്നെ കൊലയാളിയായി മാറുകയില്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ പറയുന്നില്ലേ? വളരെ വിചിത്രമായിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ പ്രത്യേകം കേസായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് അങ്ങനെ വന്നു ഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറയാൻ പറ്റുന്നല്ലത്, കാരണം അതൊരു മറ്റൊരു മനോഭാവം വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ പ്രത്യേകം പഠിക്കണം നമ്മൾ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അപ്പൊ ഇത്തരം സാമൂഹ്യ പ്രവണതകൾക്ക് സാമൂഹ്യ ശാസ്ത്രപരമായ ചികിത്സ ആവശ്യമാണ്. രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാകൂ. ഈ തലമുറയിൽ ലോകത്തെവിടെയുമുള്ള സമൂഹങ്ങളെ ബാധിച്ച പൊതുവായ ചില രോഗങ്ങളും രോഗലക്ഷണങ്ങളുമുണ്ട്. ശാസ്ത്രീയമായ സമീപനത്തിലും അതിൻ്റെ ഭാഗമായുള്ള മറുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു ഘട്ടത്തെ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ.